സൈഡൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. ഒട്ടും ഫ്ലോപ്പ് ആവാതെ നിങ്ങൾക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നെയ്യപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനിത് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 350 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റ് മധുരമാണ്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 400 ഗ്രാം വരെ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പിനും കുറവായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോകണ്ട, 1/4 കപ്പിനും കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ശർക്കര മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് 250 ml കപ്പിന് 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 ഏലക്കായും കൂടെ ഇട്ടിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അരി മുങ്ങിക്കിടക്കുന്നതിലും കുറവായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം കൂടി പോകരുത്. നമ്മൾ ശർക്കര പാനിയും കൂടെ പിന്നീട് ചേർക്കുന്നുണ്ട്. അപ്പം വെള്ളം കുറച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ചെറിയൊരു തരിയോട് കൂടി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം അടുപ്പ് ഓഫ് ആക്കിയിട്ട് ചൂടോടെ തന്നെ നമുക്ക് ഈ ഒരു ശർക്കര പാനി അരിച്ചിട്ട് ഈ ഒരു അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതിലെന്തെങ്കിലും കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട കിട്ടിയതുപോലെ ആയി പോകും. ചൂടുള്ള പാനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ പിന്നെ ശർക്കര പാനി ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനൊരു 8 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 8 മണിക്കൂറെല്ലാം വെച്ചിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി നെയ്യപ്പായി കിട്ടും. സമയം കുറവാണെങ്കിൽ 4 മണിക്കൂറെല്ലാം വെച്ചതിന് ശേഷം ചുട്ടെടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കണമെന്നേ ഉള്ളൂ. പിന്നെ സമയം കുറവാണെങ്കിൽ നിങ്ങൾക്ക് 1/2 മണിക്കൂർ കൊണ്ട് തന്നെ ചുട്ടെടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. അപ്പോൾ ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. നമുക്ക് നെയ്യപ്പത്തിന് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ട് ഒരു കാര്യം അരച്ച് ചേർക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുകിയത് കൂടെ ചേർത്തിട്ട് കുറച്ച് ശർക്കര പാനി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ശർക്കര പാനി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. നന്നായിട്ട് തന്നെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 8 മണിക്കൂറായ ആ ഒരു ബാറ്ററിലേക്ക് ദൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ അരച്ച് ചേർക്കാതെയും നമുക്കിത് ചുട്ടെടുക്കാം. പക്ഷേ എങ്കിൽ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് ഈ ഒരു നെയ്യപ്പത്തിന്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ ബാറ്റർ 8 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചില്ല. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഇതാണ് പാകം. ഇനി ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ കൂടുതൽ തിക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും എള്ളൊന്ന് എണ്ണയിൽ മുപ്പിച്ചിട്ട് കൊടുക്കാം. ചെറിയൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക. അതിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് കറുത്ത വെള്ളം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അത് ആ ഒരു ബാറ്ററിലേക്ക് ചൂടോടെ തന്നെ ആ ഒരു ഗീയോട് കൂടെ തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കുഴിയുള്ള ചീനച്ചട്ടിയിൽ അല്പം ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം. മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടിലായിരിക്കണം. പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒഴിച്ച ഉടനെ തന്നെ ഇതുപോലെ നന്നായിട്ട് ബോൾ പോലെ പൊങ്ങി വരും. അന്നേരം തന്നെ മറിച്ചിട്ട് കൊടുക്കരുത്. സൈഡൊക്കെ ഇങ്ങനെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം കൂടി റെഡി ആകുമ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ ചുട്ടെടുക്കുക. അങ്ങനെ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനിത് ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഉള്ള നല്ല സോഫ്റ്റും സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.